എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ചോറിന് അല്ലെങ്കിൽ ഇഡ്ഡലിക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ടേസ്റ്റി സാമ്പാറാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. അങ്ങനെ ആണ് തയ്യാറാക്കുന്നത് നോക്കാം. നല്ല രുചികരമായ ഒരു സാമ്പാറാണ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് അരക്കപ്പ് പകരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം കാണും. അത് നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകിയെടുക്കാം. ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള സാമ്പാറായിരുന്നു. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുള്ളൂ. ഇവിടെ ആയിരിക്കും ചിക്കൻ സാമ്പാറായിട്ടും നമുക്ക് ലഞ്ചിനുമൊക്കെ കൊള്ളാവുന്ന ഒരു നല്ല അടിപൊളി സാമ്പാറാണ്. അപ്പോൾ നമ്മൾ അമരയെല്ലാം കഴുകിയെടുത്തു. കുക്കറിനകത്തിട്ട് 1 ഗ്ലാസ് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിച്ചാൽ വേവാൻ താമസമാകും, ശരിക്കും വേവുകയില്ല. നല്ലതായിട്ട് മയമായിട്ട് വേവിച്ചെടുക്കണത്. കുക്കറിൻ്റെ പ്രഷർ നമുക്ക് പറയാൻ പറ്റുകയില്ല, പലതിനും പല വ്യത്യാസമൊക്കെ കാണത്തില്ല. ഇതിന് എനിക്ക് 4 വിസിലൊക്കെ വേണ്ടി വരും ഈ കുക്കറിന്. വെയിറ്റൊക്കെ ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം നന്നായിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കാം. ഒരു മത്തങ്ങ എടുത്തിട്ടുണ്ട്, പക്ഷേങ്കിൽ അതിൻ്റെ ചെറിയൊരു കഷ്ണം ഞാൻ എടുക്കുന്നുള്ളൂ. നല്ല മൂപ്പായതാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ചെറു കട്ടിയുണ്ട്. നിങ്ങൾ മേടിക്കുമ്പോൾ എളുപ്പം മത്തനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. അതിനെയും കുരുവും തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് കഴുകാനായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ചുവന്നുള്ളി ഒരു 10-12 ചെറിയ ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്. ഇതില്ലെങ്കിൽ നമുക്ക് 2 സവാള അരിഞ്ഞാലും മതി. ഒന്നും കൂടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഒന്ന് അരിഞ്ഞെടുക്കണം. ഇനി നമുക്കിത് ഇതിനൊരു സാമ്പാർ പൊടി നമുക്കിപ്പോൾ തന്നെ വറുത്ത് എടുക്കാം. അതിനായിട്ട് പാനിലേക്ക് ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 3 മുളക്, ജീരകം 1/2 ടീസ്പൂൺ. നമുക്ക് തന്നെ വറുത്തെടുക്കാകുമ്പോൾ പ്രത്യേക ഒരു ഇതല്ല, ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും. ഉലുവ ഒരു 1/4 ടീസ്പൂൺ മതിയാവും. പിന്നെ കുരുമുളക് ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പൊടി മൂത്തതിന് ശേഷം ഇതിനോട് ചേർത്തെടുക്കണം. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ കുറച്ച് വെച്ച് വേണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ കടലപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ സാമ്പാർ നല്ലൊരു കൊഴുപ്പ് കിട്ടും. ഒരു 1/2 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പും ചേർക്കുന്നുണ്ട്. ഒരു 2 കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒക്കെ മൂത്തൊരു മണമൊക്കെ വരുമല്ലോ. അപ്പോൾ പൊടി ആയതുകൊണ്ട് കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ഞാൻ ചേർത്തത്. കുരുമുളകാണെങ്കിൽ നമുക്ക് ആദ്യം അതിൻ്റെ കൂടെ തന്നെ ചേർത്തെടുക്കാം. നല്ല മൂപ്പായിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് കരിയാതിരിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചു അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ പൊടി നമുക്ക് ഇപ്പോൾ പൊടിച്ച് വെച്ചതിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂണോളം പൊടി ചേർത്ത് വെക്കാം. ബാക്കി നമുക്കൊരു കുപ്പിക്കകത്തൊക്കെ ടൈറ്റായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം സാമ്പാർ ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അത് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് തുടങ്ങാം. രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന മത്തങ്ങ, ഉള്ളി, അത് രണ്ടും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വേവുന്ന കഷ്ണങ്ങളൊക്കെ ആകുമ്പോൾ എളുപ്പമുണ്ട്. അതാണ് മത്തങ്ങയും ഉള്ളിയൊക്കെ എടുത്തിരിക്കുന്നത്. വഴുതനങ്ങ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഒരു തക്കാളി, സാമാന്യം വലിപ്പമുള്ള ഒരു തക്കാളി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ നന്നായിട്ട് വഴറ്റണം. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം.
തക്കാളിയുടെ തൊലിയൊക്കെ വിട്ട് വരുന്നവരെ ആവി കൊണ്ടത് വെന്ത് വന്നിരിക്കും. മത്തങ്ങയും തക്കാളിയെല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിനിയും നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിരുന്നല്ലോ, അത് നന്നായിട്ട് ഉടച്ചതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളപ്പിക്കണം. ഇനി എരിവ് ആവശ്യത്തിനനുസരിച്ച് ചേർക്കണം. ഞാൻ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ, 3 മുളകേ ചേർത്തുള്ളൂ. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. വളരെ പെട്ടെന്നായില്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ആവശ്യമുള്ള ഉപ്പും ചേർത്തു. ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് തിളച്ച് വരണം. അരപ്പ് നമ്മൾ അരച്ച് വെച്ചിരുന്നതല്ലേ, തേങ്ങയും പൊടിയും കൂടെ ചേർത്ത് അരച്ച് വെച്ചിരുന്ന അരപ്പും ചേർത്തു. ഇതെല്ലാം ചേർന്ന് നന്നായിട്ട് പച്ചവാസനയൊക്കെ ഒന്ന് മാറുന്നവരേക്ക് തിളയ്ക്കാനായിട്ട് വയ്ക്കുക. നല്ല കൊഴുപ്പുള്ള നല്ലൊരു സാമ്പാറാണിത്. നമുക്ക് പൊടിയൊക്കെ ഇങ്ങനെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് പെട്ടെന്നൊരു സാമ്പാറൊക്കെ ഉണ്ടാക്കാം. ടിഫിൻ സാമ്പാറായിട്ടൊക്കെ ഇതിലേക്കൊക്കെ നല്ല ടേസ്റ്റായത്. ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിക്കാം. കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പൊക്കെ അരച്ചിരിക്കുന്നുണ്ട്, നല്ല കൊഴുപ്പുണ്ടാകും അതിന്. വെള്ളമൊക്കെ നമ്മുടെ ആവശ്യമനുസരിച്ച് പാകപ്പെടുത്തി എടുക്കണം. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. ഇനി നമുക്ക് ലാസ്റ്റിൽ കുറച്ച് മല്ലിയില അരിഞ്ഞ് അതിൻ്റെ കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടി ഇനി ഒന്ന് തിളച്ചൊന്ന് കുറുകി വന്നാൽ മതിയാവും. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇതുപോലെ തയ്യാറാക്കാം. അതായത് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. സാമ്പാർ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനി കടുക് വറക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കടുക്, മുളക് എല്ലാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് കായം ഒരു 1/2 ടീസ്പൂണോളം കായം ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കടുവറവ് അതിൻ്റെ കൂടെ ചേർക്കാം. രുചികരമായ സാമ്പാർ ഇതുപോലെ തയ്യാറാക്കാം. ഇന്ന് ഞാനുണ്ടാക്കിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ ഈ ബട്ടണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടാറുള്ള വീഡിയോയൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സാമ്പാറൊക്കെ ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഡ്ഡലിക്കൊക്കെ നല്ല ഇത് കേട്ടോ. ഇപ്പം ഞാൻ ചോറിന് ഒന്ന് സെർവ് ചെയ്യാനത്. മല്ലിയൊക്കെ വറുത്തരച്ചതിന് നല്ല വാസന ഉണ്ടാകും. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.